നമുക്ക് പറയാനുള്ളത് കൺസ്ട്രക്ഷൻ ഓഫ് DC മെഷീൻസ് ആണ്. കൺസ്ട്രക്ഷൻ ഓഫ് DC മെഷീൻസ് എന്ന് പറയുമ്പോൾ വളരെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയതെന്ന്, നേരത്തെ പ്രവർത്തന തത്വം പറഞ്ഞെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ അത് ഉണ്ടാക്കിയതെന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ ഏതൊക്കെ മെറ്റീരിയൽ ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, 3D ആയിട്ട് തന്നെ ചിത്രം വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂ വരക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വ്യൂ വരച്ചാൽ മതി. ഇങ്ങനെ ബാക്കിലേക്ക് 3D ആയിട്ട് വരക്കേണ്ട, അതിൻ്റെ എൻഡ് വ്യൂ സൈഡ് വ്യൂ വരച്ചാൽ മതി. ഓക്കെ. അപ്പോൾ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്, നമ്മുടെ കൺസ്ട്രക്ഷനിൽ മെയിൻ പാർട്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആർമേച്ചറും അതേപോലെ തന്നെ ഫീൽഡുമാണ്. അപ്പോൾ അതിൽ തന്നെ ഇങ്ങനെ സൈഡ് സബ്ബായിട്ട് ഇങ്ങനെ കാണിച്ചു. പിന്നെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഔട്ടർ കവറിങ്, അതൊക്കെ ആയിട്ടാണ് നമ്മളിവിടെ മെയിൻ പാർട്സ് ആയിട്ട് പറയാം. അപ്പോൾ മെയിൻ പാർട്സ് യഥാർത്ഥത്തിൽ ആർമേച്ചറും അതേപോലെ ഫീൽഡുമാണ്. അപ്പോൾ ആർമേച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏതാണ് ആർമേച്ചർ. ഈ നടുക്ക് കാണുന്ന സംഭവം ഇതാണ് ആർമേച്ചർ എന്ന് പറയുന്ന സാധനം. ഒരു സിലിണ്ടർ, ആ സിലിണ്ടറിക്കൽ ഷേപ്പുള്ള സംഭവം. ഓക്കെ. അതിലിങ്ങനെ ചുവന്ന കളർ കാണിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ അവിടെ ഒരു ഡക്റ്റ് സ്ലോട്ട് ഉണ്ടാക്കി വെച്ചാൽ ആ ചുവന്നത് വൈൻഡിങ് ഇങ്ങനെ ഇറക്കി വെച്ചേക്കാണ്. കുറേ ഇത് കാണാൻ പറ്റും. ഓക്കെ. യെസ്. അപ്പോൾ നോക്കാം മെയിൻ പാർട്സ് ഇനി പറയാൻ പോകണം. മാഗ്നറ്റിക് ഫ്രെയിം അല്ലെങ്കിൽ യോക്ക്. മാഗ്നറ്റിക് ഫ്രെയിം യോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുറത്തുള്ള ഈ കവറിങ്ങിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫ്രെയിം അല്ലെങ്കിൽ യോക്ക്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണേ? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അതിവിടെ എഴുതിയിട്ടുണ്ടാ മാഗ്നറ്റിക് ഫ്രെയിം അല്ലെങ്കിൽ യോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയിട്ടുള്ളത് ക്യാസ്റ്റ് സ്റ്റീൽ അല്ലെങ്കിൽ ക്യാസ്റ്റ് അയണിനെ കൊണ്ട്. അത് പഠിച്ചു വെച്ചു എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്നുള്ളത്. ക്യാസ്റ്റ് സ്റ്റീൽ ചിലപ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട്. DC മെഷീൻസ് ഉണ്ടാക്കിയത് അതിന് മെറ്റീരിയൽസ് ഏത് മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയതെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ മെയ്ഡപ്പ് ഓഫ് ചിലപ്പോൾ ഇത് അല്ലാണ്ട് ചോദിക്കാം, ഇങ്ങനെ കൺസ്ട്രക്ഷനായിട്ട് തന്നെ ചോദിക്കാം. അപ്പോൾ ഏതായാലും മെയ്ഡപ്പ് ഓഫ് ക്യാസ്റ്റ് സ്റ്റീൽ ഓർ ക്യാസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഈ ഔട്ടർ കവറിങ് ഉണ്ടാക്കിയത്. അതിൻ്റെ പേര് ഫ്രെയിം അല്ലെങ്കിൽ യോക്ക്. അതിൻ്റെ പണി എന്താ, ഫംഗ്ഷൻ എന്താ, ചിലപ്പോൾ അത് മാത്രമായിട്ട് ചിലപ്പോൾ ചോദിക്കും. പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രൊട്ടക്റ്റീവ് കവറാണ്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല മെക്കാനിക്കൽ സപ്പോർട്ട് ഫോർ ഫീൽഡ് പോൾസ്. ഇതാണ് ഫീൽഡ് പോൾ, സൗത്ത് കണ്ടോ, അതേപോലെ നോർത്ത്. ഈ സാധനത്തിന് അവിടെ പിന്നെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന ആരാണ്? ഈ പുറത്തുള്ള ഔട്ടർ. അപ്പോൾ ഔട്ടർ കവറിങ് 2-3 പണിയുണ്ട്. ഒന്നാമത്തെ പണി എന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ്. രണ്ടാമത്തെ ഈ പിന്നെ ഫീൽഡ് പോൾസിനെ സപ്പോർട്ട് ചെയ്യണം. മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് പണിയാണ് പ്രൊവൈഡ്സ് റിട്ടേൺ പാത്ത് ഫോർ ഫ്ലെക്സ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ കാണുക, ഇവിടെ ഫ്ലെക്സിനെ നമുക്കതാ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഇങ്ങനെ ഫ്ലെക്സ്, ഈ കളർ മാറ്റാം, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഇങ്ങനെ ഫ്ലെക്സ് ഉണ്ടാവുക ചെയ്യാം, ഇങ്ങനെ ഫ്ലെക്സ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് പിന്നെ ഈ മാഗ്നറ്റിൻ്റെ പുറത്തുണ്ടാവും. മാഗ്നറ്റിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ റിട്ടേൺ ഇങ്ങനെ വന്നിട്ട് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകണം. അതേപോലെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് റിട്ടേൺ ഇങ്ങനെ വന്നിട്ട് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകണം. അപ്പോൾ ഇങ്ങനെ റിട്ടേൺ പാത്ത്, ഈ ഫ്ലെക്സിന് റിട്ടേൺ പാത്ത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള പണി ആർക്കുണ്ട്? നമ്മളിപ്പോൾ ഈ പറഞ്ഞ കോറല്ല ഫ്രെയിമിന്, യോക്കിനുണ്ട് മാഗ്നറ്റ്. ഓക്കെ. അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. രണ്ടാമത്തേതാണ് നമ്മൾ പറയേണ്ടത് പോൾ കോർ അല്ലെങ്കിൽ പോൾ ഷൂ എന്താണെന്നുള്ളത്. പോൾ കോർ എന്ന് പറഞ്ഞാൽ ഏതാ? ഈ കാണുന്ന സാധനമാണ് പോൾ കോർ. ഈ എസ് എന്ന് മാർക്ക് ചെയ്തത് ഈ സ്ഥലം, ഇവിടെ വരെയുള്ള സ്ഥലം, ഇതാണ് പോൾ കോർ. അത് ഇവിടെയുണ്ട് പോൾ കോർ. ഓക്കെ. പോൾ ഷൂ എന്ന് പറഞ്ഞാൽ ഏതാ? പോൾ ഷൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള സാധനമാണ് പോൾ ഷൂ. ഏതാണത്? ഇതാണ് പോൾ ഷൂ. അങ്ങനെ നിൽക്കുന്ന ഈ സാധനത്തിനാണ് പോൾ ഷൂ എന്ന് പറയുക. ഹോഴ്സ് ഷൂ ഷേപ്പ് എന്ന് പറയാം. പോൾ ഷൂ ഹോഴ്സ് ഷൂ ഷേപ്പാണ്. ആ നീല കളറിൽ കാണിച്ചിരിക്കുന്ന പോൾ ഷൂ, അതിൻ്റെ താഴെ മഞ്ഞ കളറിൽ കാണിച്ചിരിക്കുന്ന പോൾ കോർ. അപ്പോൾ ഇനി എന്താ പറഞ്ഞത്? അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്നുള്ള കാര്യം, സിലിക്കൺ സ്റ്റീൽ അല്ലെങ്കിൽ ക്യാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ. ഇനി ഈ പോൾ ഷൂ എന്തിനാണ്? പോൾ ഷൂവിനെ നമ്മൾ എന്ത് ചെയ്യും? പോൾ ഷൂവിനെ, അതായത് പുറത്തുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിനെ ലാമിനേറ്റ് ചെയ്യും. എഡി കറണ്ട് ലോസ് കുറയ്ക്കാനായിട്ട് ലാമിനേറ്റ് ചെയ്യും. അതേപോലെ പോൾ കോർ, അതിൻ്റെ താഴെയുള്ള ഭാഗം, അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വൈൻഡിങ് ചുറ്റി വയ്ക്കും. ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ എന്ത് ചെയ്യും? ഇതിൽ ഈ രീതിയിൽ വൈൻഡിങ് ചുറ്റി വയ്ക്കും. അങ്ങനെ വൈൻഡിങ് ഇങ്ങനെ ചുറ്റി വയ്ക്കും. അതേപോലെ തന്നെ മുകളിലാണെങ്കിൽ അവിടെയും ഇവിടെയും ഇതേപോലെ തന്നെ വൈൻഡിങ് ചുറ്റി വയ്ക്കും. ഓക്കെ. അപ്പോൾ വൈൻഡിങ് ചുറ്റി വയ്ക്കണം എന്തിനാ? ഇലക്ട്രോ മാഗ്നറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ നമ്മൾ വേറെ പറയുന്ന കാര്യമാണ്, ഇവിടെ കൂടുതലായിട്ട് അതിലേക്ക് പോകുന്നില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ പോൾ കോർ, പോൾ ഷൂവിൻ്റെ കാര്യം പറയുകയാണ്. പോൾ ഷൂ ലാമിനേറ്റ് ചെയ്ത് എഡി കറണ്ട് കുറയ്ക്കാനായിട്ട് അത് ഉണ്ടാക്കിയിട്ടുള്ളത് സിലിക്കൺ സ്റ്റീൽ അല്ലെങ്കിൽ ക്യാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ്. പോൾ കോർ എന്തിനാണ്? അക്കമഡേഷൻ ഫോർ ഫീൽഡ് കോയിൽ ആൻഡ് ബിഹേവ്സ് എസ് മാഗ്നറ്റ്. ഓക്കെ. പിന്നെ പോൾ ഷൂ ഗീവ്സ് മെക്കാനിക്കൽ സപ്പോർട്ട് ഫോർ ഫീൽഡ് കോയിൽ. ഈ ഫീൽഡ് കോയിലിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇത് നോക്കിയാൽ കാണാൻ പറ്റും. ഇതാണ് ഇതാണ് ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ്. പോൾ ഷൂ ഗീവ്സ് മെക്കാനിക്കൽ സപ്പോർട്ട് ഫോർ ഫീൽഡ് കോയിൽ. പോൾ ഷൂ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഇപ്പുറത്തേക്കുള്ള ഭാഗമാണ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പുറത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വൈൻഡിങ്ങിന്, ഈ വൈൻഡിങ് ഇവിടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ വൈൻഡിങ്ങിന് ഒരു മെക്കാനിക്കൽ സപ്പോർട്ടായിട്ട് ഇതായിട്ട് അവിടെ നിന്നോളും. ഈ നീല കളറിൽ കാണിച്ചിരിക്കുന്ന പോൾ ഷൂ ആ ഷേപ്പിലുണ്ടായതുകൊണ്ട് അവിടെ വൈൻഡിങ് അവിടെ കൃത്യമായിട്ട് ഫിക്സ് ആയിട്ട് അവിടെ നിന്നോളും. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്? പോൾ ഷൂ എന്ന് പറഞ്ഞാൽ ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട് എഡി കറണ്ട് കുറയ്ക്കാനായിട്ട്. പോൾ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് കോയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഒരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും അത് വെക്കുമ്പോൾ.
പോൾ ഷൂ എന്താ മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കും ഈ ഒരു ഫീൽഡ് കോയിലിന്, അതേപോലെ തന്നെ ഫ്ലെക്സിനെ ഈ എയർ ഗ്യാപ്പിൽ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഇതിങ്ങനെ ചതുരത്തിലല്ല, ഇവിടെ ഈ ഇതാണ് എയർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഈ എയർ ഗ്യാപ്പിൽ നമ്മൾ ഇതിൻ്റെ ഒരേ ഡിസ്റ്റൻസ് ആണ് ഇവിടെ ഇങ്ങനെ, ഇവിടെ ഒരേ ഡിസ്റ്റൻസ് ആണുള്ളത് അല്ലേ. എന്തുകൊണ്ടാണ് ഒരേ ഡിസ്റ്റൻസ് എന്ന് പറയാൻ കാരണം? ഈ ഡിസ്റ്റൻസ് അത് ഒരേപോലെ യൂണിഫോം ഡിസ്റ്റൻസ് ആക്കിയത് എന്തിനാണ്? ഇങ്ങനെ ഈ ഒരു ഷേപ്പ് ഇതിൽ വന്നുകൊണ്ടാണ് അങ്ങനെ ഡിസ്റ്റൻസ് ഉണ്ടാകാനുള്ള കാരണം. അവിടെ ചതുരാണെങ്കിൽ അങ്ങനെ യൂണിഫോം ആയിട്ട് കിട്ടില്ല. അപ്പോൾ യൂണിഫോം എയർ ഗ്യാപ്പ് ഉണ്ടാക്കിയ എന്തിനാ? അവിടെയുള്ള സൈൻ വേവ് ഫ്ലെക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആക്കാനാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സൈൻ വേവും യൂണിഫോം ആവും. അപ്പോൾ കൂടുതൽ അതിലേക്കൊന്നും പോകണ്ട, എഴുതി വെച്ച പോയിന്റ് പഠിച്ചാൽ മതി ജസ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്ന കുറച്ച് പോയിന്റ് പഠിക്കുക, എഴുതുക, അത്രേ ഉള്ളൂ. കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല അതിനകത്ത്. ഇനി ആർമേച്ചർ കോർ എന്ന് പറഞ്ഞാൽ, ആർമേച്ചർ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? ഈ ഉള്ളിൽ കാണുന്ന പോർഷനാണ് ആർമേച്ചർ കോർ. ഇതാ ഈ സാധനം, ഈ ഇങ്ങനെ പുറത്തേക്ക് തള്ളിക്കണം വടിയല്ല, അത് ഷാഫ്റ്റാണ്. ഈ സാധനം ഈ സിലിണ്ടറിക്കലായിട്ടുള്ള കാണിച്ചിരിക്കുന്ന സാധനം. ഓക്കെ, അപ്പോൾ ആർമേച്ചർ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കൺ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതും ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട് എഡി കറണ്ട് കുറയ്ക്കാനായിട്ട്. ലാമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറേ കഷ്ണമാക്കിയിട്ട് ഇപ്പം ഇതൊരു സിലിണ്ടറായിട്ടാണ് കാണുന്നത്. അത് കുറേ നമ്മളൊരു എന്താ പറയുക, ഒരു സിലിണ്ടർ, ഒരു പൈപ്പ് പോലെയാണ് കാണുന്നത് അല്ലേ. ആ പൈപ്പ് പോലെയുള്ള ഈ സാധനം, അതായത് ഇത് ആണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സാധനം. ഇതാണ് നമ്മുടെ ആർമേച്ചർ എന്ന് പറയുന്നത്. അതിൽ കുറേ സ്ലോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് വൈൻഡിങ് ഉണ്ടോ അതൊക്കെ ഉണ്ട്. പിന്നെ ഈ പുറത്തേക്ക് തള്ളിക്കുന്ന ഷാഫ്റ്റാണ്. അപ്പോൾ ഈ ആർമേച്ചർ കുറേ ഒരുപാട് ഇതുപോലെയുള്ള ഇപ്പോൾ ഇതുപോലത്തെ ഒരു പീസ്, അതിൻ്റെ ബാക്കിലൊരു 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 പീസ്, ഇങ്ങനെ കുറേ പീസുകൾ ചേർത്ത് വെച്ച് ഇങ്ങനെ നീളത്തിലുള്ളൊരു സിലിണ്ടറക്കലായിട്ട് മാറിയതാണ്. അതിനാണ് നമ്മൾ ലാമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആർമേച്ചർ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കൺ സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എഡി കറണ്ട് കുറയ്ക്കാനായിട്ട് ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്തിട്ടുണ്ട്? സ്ലോട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? വൈൻഡിങ്ങിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട്. അത് അവിടെ എഴുതി വെച്ചത്. പിന്നെ കമ്മ്യൂട്ടേറ്റർ. എന്താ കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഈ ഷാഫ്റ്റിൽ, നമ്മുടെ ഷാഫ്റ്റ് കണ്ടില്ലേ, ഇതാണ് ഷാഫ്റ്റ്. അപ്പോൾ ഈ ഷാഫ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂട്ടേറ്റർ വെക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഉള്ളിലുള്ള ഈ റോട്ടറിനെ അഥവാ ആർമേച്ചറിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഇതിപ്പോൾ DC മെഷീൻ എന്നാ പറയുക. അപ്പോൾ DC മെഷീൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം ജനറേറ്റർ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുണ്ടാകുന്നത്, ശരിക്കും DC ജനറേറ്റർ ആണെങ്കിലും അതിൻ്റെ ഉള്ളിലുണ്ടാകുന്നത് AC ആണ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? പുറത്തേക്ക് എടുക്കുമ്പോൾ DC ആയിട്ട് കിട്ടും. അതിനാണ് നമ്മൾ ഈ കമ്മ്യൂട്ടേറ്റർ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് റിംഗ് എന്നും പറയാറുണ്ട്. ഹാർഡ് ഡ്രോൺ കോപ്പർ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇപ്പോൾ DC നമ്മളിപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്തായിട്ട് കിട്ടണം? DC ആയിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഈ കാണുന്നതാണ് കമ്മ്യൂട്ടേറ്റർ അല്ലെങ്കിൽ സ്പ്ലിറ്റ് റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു കോയിൽ, ഇപ്പോൾ സിമ്പിൾ ലൂപ്പ് ജനറേറ്റർ വെച്ചപ്പോൾ നമ്മളൊരു കോയിൽ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു കോയിലിൻ്റെ ഒരു എൻഡ് പടിയും മറ്റേ എൻഡ് പടിയും ഇതിങ്ങനെ ഇതാണ്, ഇങ്ങനെയുള്ള കോയിൽ. ഇനിയിപ്പോൾ കുറേ ടേൺസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഒരുപാട് ഇതുപോലെ ഇവിടെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ കാണിച്ചിരിക്കുന്ന സ്പ്ലിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണിച്ചിരിക്കുന്ന സ്പ്ലിറ്റ് ഈ കാണുന്ന സാധനം എന്ന് പറഞ്ഞാൽ മൈക്ക ഇൻസുലേഷനാണ്. ഇപ്പുറത്ത് രണ്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ കോപ്പറാണ്. അപ്പോൾ കോപ്പറിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ അടുക്ക് മൈക്ക ഇൻസുലേഷൻ വെച്ചേക്കണം. അതാണ് സ്പ്ലിറ്റ് റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇറ്റ്സ് മേഡ് അപ്പ് ഓഫ് ഹാർഡ് റിബൺ കോപ്പർ. എത്ര സെഗ്മെൻ്റ് ഉണ്ട്? സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ, ഇതാണ് സെഗ്മെൻറ്റ്. എത്ര സെഗ്മെൻറ്റ് ഉണ്ട്? എത്ര കോയിലുണ്ടോ അത്രയും സെഗ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, എത്ര കോയിൽ സൈഡ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഒരു കോയിലിൻ്റെ സൈഡ് ഇവിടെ, മറ്റേ കോയിലിൻ്റെ സൈഡ് ഇവിടെ, ആ രീതിയിലാണ് അതിവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർമേച്ചർ കണ്ടക്ടേഴ്സിൽ നിന്ന്, ആർമേച്ചർ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോയിലിൻ്റെ കണ്ടക്ടറാണ്. ഇതാണ് ഒരു കോയിൽ എന്ന് പറഞ്ഞാൽ കോയിലിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇലക്ട്രിസിറ്റീനെ ഇങ്ങോട്ട് ഈ കോപ്പർ ഇങ്ങോട്ട് കളക്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു കളക്ട് കറണ്ട് ഫ്രം ദ ആർമേച്ചർ കണ്ടക്ടേഴ്സ്. ഇപ്പോൾ ഈ മുകളിലത്തെ ചിത്രത്തിൽ കാണിക്കുകയാണെങ്കിൽ, ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ആർമേച്ചർ കണ്ടക്ടേഴ്സിൽ നിന്ന് ഇവിടെ വെച്ചിട്ടുള്ള ഈ കണക്ഷന്, ഈ വൈൻഡിങ് ഇങ്ങനെ ഇങ്ങോട്ട് കണക്ഷൻ വരും. ഈ സ്പ്ലിറ്റ് റിങ്ങിലേക്ക് കണക്ഷൻ വരും. ആ സ്പ്ലിറ്റ് റിങ്ങിലേക്ക് അപ്പം എന്ത് ചെയ്യും? ഈ വൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന കറണ്ട് ഇങ്ങോട്ട് വരും. അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു കളക്ട് കറണ്ട് ഫ്രം ദി ആർമേച്ചർ കണ്ടക്ടേഴ്സ്. പിന്നെ ഇറ്റ് കൺവേഴ്സ് AC ഇൻ ദ ആർമേച്ചർ കണ്ടക്ടൻസ് ടു DC ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ AC ആയിട്ട് ഉണ്ടാവുക, അതിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ DC ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് കമ്മ്യൂട്ടേറ്ററിൻ്റെ ഫംഗ്ഷൻ. ചിലപ്പോൾ അത് മാത്രമായിട്ട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. പിന്നെ ബ്രഷസ് എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂട്ടേറ്ററിനെ പ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനമാണ് ബ്രഷസ്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബ്രഷ് ഇങ്ങനെ വെക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഇപ്പോൾ ഈ കോയിലിൽ നിന്ന് കറണ്ട് ഇങ്ങനെ വരികയാണ്. ഈ കറണ്ട് ഇങ്ങനെ വന്നൊരു കമ്മ്യൂട്ടേറ്ററിലേക്ക് എത്തി. അത് ഈ ബ്രഷ് കൂടെ കണക്ട് ചെയ്തിട്ടാണ് പുറത്തുള്ള ലോഡിലേക്ക് പോവുക.
ബ്രഷ് വഴി കയറിയിട്ടാണ് പുറത്തുള്ള ലോഡിലേക്ക് പോവുക. ഓക്കെ, നേരിട്ട് കമ്മ്യൂട്ടേറ്ററിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. കമ്മ്യൂട്ടേറ്ററിൽ നിന്ന് ബ്രഷ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ബ്രഷ് ഉണ്ടാക്കിയത് കാർബൺ കൊണ്ടാണ്, കാർബൺ ബ്രഷാണ് കേട്ടോ. അപ്പോൾ എന്തിനാണ് ടു കളക്ട് കറണ്ട് ഫ്രം ദി കമ്മ്യൂട്ടേറ്റർ ആൻഡ് ഗീവ്സ് ടു ലോഡ് സർക്യൂട്ട്. കമ്മ്യൂട്ടേറ്ററിൽ നിന്ന് കറണ്ട് എടുത്ത് ലോഡിലേക്ക് കൊടുക്കണം. അപ്പോൾ അതും ചിലപ്പോൾ ചോദിക്കാറുണ്ട് 2 മാർക്കിനൊക്കെ. ഇത് മൊത്തത്തിൽ നമ്മൾ കൺസ്ട്രക്ഷൻ വയ്ക്കുമ്പോൾ അതെല്ലാം എഴുതണം, ഇതിൻ്റെ ചിത്രം വരയ്ക്കണം. പിന്നെ എന്തുകൊണ്ട് കാർബൺ എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയുക സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട് കാർബണിന്. അപ്പം ഫ്രിക്ഷൻ കുറയും. ലൂബ്രിക്കേഷൻ നമ്മൾ വേറെ കൊടുക്കുന്ന ഫ്രിക്ഷൻ ഉണ്ടാവും, ഫ്രിക്ഷൻ കുറയും. പിന്നെ ഹൈ തെർമൽ സ്റ്റെബിലിറ്റി, പെട്ടെന്ന് ടെമ്പറേച്ചർ കൊണ്ടൊന്നും അത് കേടായി പോകില്ല. തെർമൽ സ്റ്റെബിലിറ്റി കൂടുതലാണ്, ചൂടുണ്ടെങ്കിലും താങ്ങാൻ പറ്റും. ഹൈ റെസിസ്റ്റൻസ് ടു ഇംപ്രൂവ് കമ്മ്യൂട്ടേഷൻ നന്നായിട്ട് നടക്കണം. അപ്പോൾ കമ്മ്യൂട്ടേഷൻ നടക്കാൻ റെസിസ്റ്റൻസ് കൂടുക എന്നുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ റെസിസ്റ്റൻസ് ഇതിന് കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ കൺസ്ട്രക്ഷനിൽ പറയാനുള്ളത്. ഓക്കെ, വേണമെങ്കിൽ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എടുത്ത് വയ്ക്കാം, അത് പഠിച്ചെടുക്കാം. കൺസ്ട്രക്ഷൻ ഓഫ് DC മെഷീൻ. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൽ EMF ഇക്വേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യമുണ്ട്, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് DC മെഷീൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ഏതാണെന്ന് നോക്കുക. ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫിക്കേഷൻ ഓഫ് DC മെഷീൻസ് എടുക്കാം. ഇത് 2-3 രീതിയിൽ ചോദിക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് DC മെഷീൻസ് ബേസ്ഡ് ഓൺ ഫീൽഡ് കണക്ഷൻ എന്ന് ചോദിക്കാം. ഇനി മെഷീൻ ഏതാണെന്ന് ചിലപ്പോൾ കൃത്യമായിട്ട് പറയും. ക്ലാസിഫിക്കേഷൻ ഓഫ് DC ജനറേറ്റർ ബേസ്ഡ് ഓൺ ഫീൽഡ് കണക്ഷൻ, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് DC മോട്ടോർ ബേസ്ഡ് ഓൺ ഫീൽഡ് കണക്ഷൻ. ഏത് ചോദിച്ചു കഴിഞ്ഞാലും നമുക്കത് എളുപ്പമാണ്, സിമ്പിളാണ്. ഒന്നുമില്ല, ക്ലാസിഫിക്കേഷനൊക്കെ ഒരുപോലെ. DC ജനറേറ്റർ ആണെങ്കിലും മോട്ടർ ആണെങ്കിലും സെയിം ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ നോക്കുക, DC ജനറേറ്ററിലാണെങ്കിലും മോട്ടറിലാണെങ്കിലും സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്. ജനറേറ്റർ ആണെങ്കിൽ ജനറേറ്റർ എന്ന് പറയാം, മോട്ടർ എന്ന് പറയാം. അപ്പുറത്ത് സെൽഫ് എക്സൈറ്റഡ്. അപ്പോൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്, സെൽഫ് എക്സൈറ്റഡ്. ഈ സെൽഫ് എക്സൈറ്റഡ് 3 ഉണ്ട്. ഏതൊക്കെയാണ്? സീരീസ്, ഷണ്ട്, കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ട് 2 ടൈപ്പ് ഉണ്ട്, ലോങ് ഷണ്ട്, ഷോർട്ട് ഷണ്ട്. അതിന് വേറെ ക്ലാസിഫിക്കേഷനും കൂടിയുണ്ട്, ക്യുമുലേറ്റീവ് കോമ്പൗണ്ട്, ഡിഫറൻഷ്യൽ കോമ്പൗണ്ട്. ക്യുമുലേറ്റീവ് കോമ്പൗണ്ട്, ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് അങ്ങനെയും പറയാറുണ്ട്. അത് വേറെ ക്ലാസിഫിക്കേഷൻ. ലോങ് ഷണ്ട്, ഷോർട്ട് ഷണ്ട് മറ്റൊരു ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇനി നോക്കുക എന്താണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്. അത് DC ജനറേറ്റർ നമ്മുടെ ഇടതുവശത്തും മോട്ടർ വലതുവശത്തായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, നമ്മളിപ്പോൾ മോട്ടറിൻ്റെ സിമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഒരു ജനറേറ്ററിൻ്റെ ആണെങ്കിലും മോട്ടറിൻ്റെ ആണെങ്കിലും സിമ്പിൾ ഇങ്ങനെ വരയ്ക്കും, ഒരു വട്ടം വരച്ചതിൻ്റെ മുകളിൽ ഈ കാണുന്നത്. അപ്പോൾ G എന്ന് മാർക്ക് ചെയ്താൽ ജനറേറ്ററും M എന്ന് മാർക്ക് ചെയ്താൽ മോട്ടറുമാണ്. ഇപ്പുറത്ത് വെച്ചിരിക്കുന്ന ഒരു ചെവി പോലുള്ള സാധനം, ആ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്ന സാധനം എന്താണെന്നറിയോ? അതാണ് നമ്മുടെ ബ്രഷ്. ഇങ്ങനെ 2 സൈഡിലേക്ക് കാണിച്ച സാധനമല്ലേ, അത് ബ്രഷസ് ആണ്. അതിൻ്റെ ഉൾഭാഗം ആർമേച്ചർ. അങ്ങനെ അപ്പോൾ ഏതായാലും ജനറേറ്റർ മോട്ടറിൻ്റെ സിമ്പിൾ ക്ലിയർ ആണല്ലോ. ഇനിയിപ്പോൾ നമ്മൾ മനസ്സിലാക്കുക സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ. നമുക്കറിയാം ജനറേറ്ററിൽ എന്താ ഉണ്ടാകുന്നത്, ഇലക്ട്രിസിറ്റി ഉണ്ടാവുക ചെയ്യാം. അത് ഉണ്ടാകുന്നത് ഈ G എന്ന് പറഞ്ഞ ഭാഗത്ത്, അത് ആർമേച്ചറാണ്. ആർമേച്ചറിൻ്റെ ഉള്ളിലാണ് എന്തെന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ഉണ്ടായത് പുറത്തേക്ക് പോകും. അപ്പോൾ നോക്കുക, ഇവിടെ ആരോ മാർക്ക് എങ്ങോട്ടാണ് കാണിച്ചിരിക്കുന്നത്, പുറത്തേക്കാണ്. പുറത്തേക്ക് ഇങ്ങനെ പോയിട്ട് അല്ലേ. അപ്പോൾ ഈ G ജനറേറ്ററിൻ്റെ ആർമേച്ചറിൻ്റെ ഉള്ളിൽ നിന്നുണ്ടായി പുറത്തേക്ക് ഇങ്ങനെ പോയി നമ്മുടെ ലോഡിലേക്ക്. ലോഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ലോഡാണ് കേട്ടോ. ലോഡിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അവിടെ നമുക്ക് വോൾട്ടേജ് കിട്ടും. അപ്പോൾ ഇവിടെ ജനറേറ്റ് ചെയ്ത വോൾട്ടേജ് EG ആണ്, ഉണ്ടായ വോൾട്ടേജ്. അങ്ങനെ ഡ്രോപ്പൊക്കെ കഴിഞ്ഞ് പുറത്ത് കിട്ടുന്ന വോൾട്ടേജ് V ആണ്. ഇവിടെ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ ജനറേറ്ററിന് എന്ത് വേണം, എക്സൈറ്റേഷൻ കൊടുക്കണ്ടേ. എന്താ എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇലക്ട്രോ മാഗ്നറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സാധാരണ പെർമനൻറ്റ് മാഗ്നറ്റ്, അൽനിക്കോ പോലുള്ള സാധനം ഉപയോഗിച്ച് പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ട്, നമ്മൾ സാധാരണ കാന്തം. ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റാണ്. കാരണം എന്താ വെച്ചാൽ പെർമനൻറ്റ് മാഗ്നറ്റ് നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ അതിന് ശക്തി ക്ഷയിക്കും. അപ്പോൾ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുക. അതായത് കറണ്ട് കടത്തി വിടുമ്പോൾ മാത്രം കാന്തമായിട്ട് മാറുക, അല്ലാത്തപ്പോൾ കാന്തമല്ല. ഇപ്പോൾ ഒരു കോയിൽ, ഒരു കമ്പി, ആ കമ്പീൻ്റെ ഉള്ളിൽ കൂടെ കറണ്ട് കടത്തി വിട്ടാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ചുറ്റും എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്തായിട്ട് മാറി, മാഗ്നറ്റായിട്ട് മാറി അല്ലേ. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് എയറിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു കമ്പീൻ്റെ ഉള്ളിൽ കൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ചുറ്റുണ്ടായി. അപ്പോൾ എയറിലൊക്കെ ഇങ്ങനെ അതിൻ്റെ എയറിൻ്റെ ആ ഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. പക്ഷേ എയർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് നന്നായിട്ട് കടത്തി വിടുന്ന സാധനമല്ല. അപ്പോൾ നമ്മൾ നല്ലൊരു കോർ എടുക്കും, ഏതെങ്കിലും ഒരു സ്റ്റീൽ കോറോ അയൺ കോറോ എന്തെങ്കിലും എടുക്കും. ആ അയൺ കോറുമ്മൽ ഒരു കമ്പി ചുറ്റി വയ്ക്കുക, എന്നിട്ട് ആ കമ്പി കൂടെ കറണ്ട് കടത്തി വിടുക. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എവിടെ ചുറ്റി വെച്ചത്, ആ അയൺ കോറിലാണ് ചുറ്റി വെച്ചത്. അപ്പോൾ അയൺ കോറിൽ അങ്ങോട്ട് കയറിക്കോളൂ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മളിവിടെ കോറ് പറഞ്ഞല്ലോ, ആർമേച്ചർ കോറ്. അപ്പോൾ ആർമേച്ചർ കോറിലാണ് വൈൻഡിങ്. അതേപോലെ ഫീൽഡിൻ്റെ കാര്യം, ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു കോറുണ്ട്. ആ കോറിലാണ് നമ്മൾ ഫീൽഡ് വൈൻഡിങ് ചുറ്റി വയ്ക്കുന്നത്. ഓക്കെ,
ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ, നേരത്തെ പറഞ്ഞത് അങ്ങനെ ഒരു പോളുണ്ട് അല്ലേ, നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പോളുണ്ട്. അപ്പോൾ ഈ പോളിൽ ഇവിടെ ഇങ്ങനെ വൈൻഡിങ് ഇങ്ങനെ ചുറ്റിയേക്കും, ഇവിടെ ഇങ്ങനെ വൈൻഡിങ്. ഇപ്പോൾ 3D വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ, അങ്ങനെ 3D വരയ്ക്കുകയാണെങ്കിൽ. അപ്പോൾ അതിലിങ്ങനെ വൈൻഡിങ് യെല്ലോ കളറിൽ കാണിച്ചിട്ട് വൈൻഡിങ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യും, യെല്ലോ കളറിൽ കാണിച്ചിരിക്കും വൈൻഡിങ്ങിലേക്ക് എന്ത് കൊടുക്കുന്നു, നമ്മൾ സപ്ലൈ കൊടുക്കും. അതിനാണ് എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് സപ്ലൈ കൊടുക്കുന്നത്, ഇവിടെ ഇങ്ങനെ DC എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ബാറ്ററി എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് സപ്ലൈ കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ട് പോകും. അതിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇതിൽ എന്തുണ്ടാവും, നോർത്ത് പോൾ ഉണ്ടാവും. ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കണം, അങ്ങനെ കറണ്ട് കൊടുക്കണ എക്സൈറ്റേഷൻ എന്ന് പറയും. അപ്പോൾ എക്സൈറ്റേഷൻ നമ്മൾ പുറത്തുനിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഈ മോട്ടറിലേക്ക് ബാറ്ററി എന്തെങ്കിലും വെച്ച് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ എന്ന് പറയാം. ഇനി അതന്നെ 2 കേസിലും കണ്ടോ, 2 കേസിലും അങ്ങനെ തന്നെ നമ്മൾ കൊടുക്കുന്നത്, ഈ ജനറേറ്റർ ആണെങ്കിലും മോട്ടർ ആണെങ്കിലും. പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പിന്നെ കറണ്ട് ഇപ്പോൾ നമ്മൾ സപ്ലൈ ഇവിടെ വോൾട്ടേജ് നമ്മളിവിടെ കൊടുക്കുക ചെയ്യുന്നത്, മറ്റൊടുത്ത് വോൾട്ടേജ് നമുക്ക് കിട്ടുക ചെയ്യുന്നത്. ഇവിടെ വോൾട്ടേജ് പിന്നെ കറണ്ട് നമ്മൾ സപ്ലൈ വോൾട്ടേജ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫലമായിട്ട് കറണ്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇതെന്തിനാ, ഇത് എക്സൈറ്റേഷൻ നമ്മളിവിടെ ഇതിനെ കാന്തമാക്കി മാറ്റാൻ പുറത്തിൽ എക്സൈറ്റേഷൻ കൊടുക്കുകയാണ്. ഇനി സെൽഫ് എക്സൈറ്റഡ് ഉണ്ട്. സെൽഫ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ സ്വയം തന്നെ നമ്മൾ പുറത്തുനിന്ന് യാതൊരുവിധ എക്സൈറ്റേഷൻ ബാറ്ററിയും കൊടുക്കണ്ട. നമുക്കിപ്പോൾ അതിൻ്റെ ഒരു ജനറേറ്റർ ഉണ്ടെങ്കിൽ, ഒരു മോട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് കാന്തമാക്കി മാറ്റണം എന്ന് പറഞ്ഞു. കാന്തമാക്കി മാറ്റാൻ പുതിയ ബാറ്ററി വെച്ചിട്ട് വൈൻഡിങ്ങിൽ കൂടെ കടത്തി വിടണം എന്ന് പറഞ്ഞു, നമ്മുടെ ഫീൽഡ് വൈൻഡിങ്ങിൽ കൂടെ, മാഗ്നറ്റിലെ വൈൻഡിങ്ങിൽ കൂടെ. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ എന്താ, നമ്മുടെ മാഗ്നറ്റിൻ്റെ വൈൻഡിങ്ങിൽ കൂടെ, ഫീൽഡ് വൈൻഡിങ്ങിൽ കൂടെ നമ്മൾ യാതൊരുവിധ പുറത്തുനിന്നുള്ള കണക്ഷനും കൊടുക്കണ്ട. ഉള്ളിൽ നിന്ന് തന്നെ ഈ ആർമേച്ചറിൽ തന്നെയുള്ളൊരു കണക്ഷൻ കൊടുത്താൽ മതി. ആർമേച്ചറിനെല്ലാം ഉണ്ടാകുന്ന കറണ്ട് എടുത്തിട്ട്, അപ്പോൾ നിങ്ങൾ ചോദിക്കും ആർമേച്ചറിൽ എങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ കറണ്ട് ഇല്ലല്ലോ, പക്ഷേ മുമ്പ് വർക്ക് ചെയ്യിപ്പിച്ചതിൻ്റെ ഫലമായിട്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു മാഗ്നറ്റൈസേഷൻ നമ്മൾ കൊടുക്കും, അതിന് ഫീൽഡ് ഫ്ലാഷിംഗ് എന്ന് പറയുക. സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു എക്സൈറ്റേഷൻ കൊടുക്കും, എന്നിട്ട് അങ്ങനെ കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യും, പിന്നെ നമ്മൾ ആദ്യത്തിൽ മാത്രം കൊടുത്താൽ മതി. പിന്നെ ആ ജനറേറ്റർ മോട്ടർ എപ്പോൾ വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുറച്ച് മാഗ്നറ്റിസം ഉണ്ടാവും, റെസിഡ്യുവൽ മാഗ്നറ്റിസം എന്നതിനെ പറയാം. അപ്പം അതെന്ത് ചെയ്യും, പിന്നെ മോട്ടർ അങ്ങോട്ട് ഓൺ ആക്കുന്ന സമയത്ത് അതിങ്ങനെ കൂടി അങ്ങോട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ അതിലേക്കൊന്നും പോകണ്ട, നമ്മളിപ്പോൾ ഇത് മാത്രം പഠിച്ചാൽ മതി. വെറുതെ അതിലേക്കൊന്ന് അത് വലിയ സംഭവമായിട്ടല്ല, പക്ഷേ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നതിൻ്റെ അടുക്ക് അത് പറഞ്ഞാൽ അത് വലിയ സംഭവമാണെന്ന് വിചാരിക്കും, മനസ്സിലാവില്ല. അപ്പോൾ ഇവിടെ സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റർ നോക്ക്, ഒന്നുമില്ല. സെൽഫ് എക്സൈറ്റഡ് 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ സീരീസ് ഉണ്ട്, ഷണ്ട് ഉണ്ട്, കോമ്പൗണ്ട് ഉണ്ട്. സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആർമേച്ചറിൽ നിന്നുള്ള കണക്ഷൻ എടുത്തിട്ട് നമ്മുടെ ഫീൽഡ് വൈൻഡിങ്ങിലേക്ക് കൊടുക്കുകയാണ്, മാഗ്നറ്റിൻ്റെ വൈൻഡിങ്ങിലേക്ക് കൊടുക്കുകയാണ്. സീരീസ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ അതായത് ചിത്രത്തിൽ ഇതാണ് ആർമേച്ചർ, അതായിട്ട് സീരീസ് ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തു. ഓക്കെ, അത് തന്നെയാണ് 2 കേസിലും. സീരീസ് പിന്നെ ജനറേറ്റർ ആണെങ്കിലും മോട്ടർ ആണെങ്കിലും ഒരേപോലെ. ആകെ വ്യത്യാസം ജനറേറ്റർ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കറണ്ട് പുറത്തേക്ക് പോകും, മോട്ടർ ആണെങ്കിൽ പുറത്തുനിന്ന് കറണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വരും. ഇവിടെ ഈ ISH എന്നാണ് കാണിച്ചത്, തെറ്റാണ് കേട്ടോ. ISH അല്ല, എന്താണ് ISC ആണ് വരയ്ക്കേണ്ടത്. ഇവിടെ എഴുതിയപ്പോൾ മാറിപ്പോയതാണ്, ISC ആണ് കേട്ടോ. ഈ സാധനത്തിൻ്റെ പേരെന്താ, ദിസ് ഇസ് RSC, സീരീസ് റെസിസ്റ്റർ. അതേപോലെ ദിസ് ഇസ് ISC, സീരീസ് കറണ്ട്. എഴുതിയതിൽ മാറിപ്പോയതാണ്, നിങ്ങൾ നോട്ട് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതേപോലെ ഷണ്ട് ഫീൽഡ് നോക്ക്, ഷണ്ട് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ, ആർമേച്ചറുമായിട്ട് ഷണ്ടായിട്ടാണ് വെക്കുന്നത്, ആർമേച്ചറുമായിട്ട് പാരലായിട്ടാണ് വെക്കുന്നത്. ഇതാണ് ആർമേച്ചർ, ഈ സാധനമാണ് ആർമേച്ചർ. അതായിട്ട് ഇങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ വൈൻഡിങ്. അപ്പോൾ നമ്മൾ RSH ഷണ്ട് വൈൻഡിങ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നോക്കുക, ഈ കറണ്ട് ഇപ്പോൾ ആർമേച്ചറിൽ ഉണ്ടാകുന്ന കറണ്ട് ഇങ്ങോട്ടും IL ഇങ്ങോട്ടും പോവും, ISH ഇങ്ങോട്ടും പോവും അല്ലേ. ഇവിടെ ഉണ്ടായ I എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടും പോയി കാരണം 2 പാരൽ പാത്തുകളുണ്ട്. ഷണ്ട് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഷണ്ടായിട്ട് കണക്ട് ചെയ്ത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇപ്പം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് വൈൻഡിങ്ങിലുള്ള സ്ഥലമല്ല, അപ്പോൾ ടേൺസിൻ്റെ എണ്ണം കുറവാണ്. ടേൺസിൻ്റെ എണ്ണം കുറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, തിക്നെസ് കൂടുതലാണെന്ന് ആലോചിച്ചാൽ മതി. ടേൺസിൻ്റെ എണ്ണം കുറവല്ല, അപ്പോൾ നല്ല തിക്നെസ്സിലുണ്ടാക്കാം. ഇപ്പോൾ ഷണ്ട് ഫീൽഡിലേക്ക്, ഷണ്ട് ഫീൽഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷണ്ടിന് ഒരുപാട് സ്ഥലമുണ്ട്, ഇങ്ങനെ ടേൺസ് ഒരുപാടുണ്ട്. അപ്പോൾ ടേൺസ് ഒരുപാടുണ്ടെങ്കിൽ ടേൺസിന് കുറേ വേണ്ടി വരും, അപ്പോൾ അതിൻ്റെ തിക്നെസ് എന്തായിരിക്കും, കുറവായിരിക്കും. അങ്ങനെ ആലോചിക്കുക. അപ്പോൾ സീരീസ് ഫീൽഡിൽ ലെസ് നമ്പർ ഓഫ് ടേൺസ് ആണ്, ഷണ്ട് ഫീൽഡ് തിക്കർ ടേൺസ് ആണ്. അപ്പോൾ ഇതേപോലെ തന്നെ പിന്നെ ഇതിൽ മോട്ടറിൻ്റെ കേസിലും ക്ലിയർ അല്ലേ. ഇനി നോക്കുക, നമ്മൾ കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞ സാധനമുണ്ട്, കോമ്പൗണ്ട് മോട്ടർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടും കൂടെ മിക്സാണ്, സംയുക്തം എന്നല്ല, രണ്ടും കൂടെ സംയുക്തമായിട്ട് എന്ന് പറഞ്ഞാൽ സീരീസും ഷണ്ടും സംയുക്തമായിട്ട് വരികയാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ നോക്ക്, ഇവിടെ ആരുണ്ട്, ഇവിടെ ഇത് സീരീസാണ്, ഇതേതാ, ഇത് ഷണ്ടാണ്. അപ്പോൾ എന്ത്, ലോങ് ഷണ്ട് ഷോർട്ട് ഷണ്ട്, ലോങ് ഷണ്ട് ഷോർട്ട് ഷണ്ടും. ലോങ് ഷണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല,
ആദ്യം നമ്മൾ സീരീസ് വരച്ചു. ഏതാ? ഇത് വരച്ചു അല്ലേ? സീരീസ് വരച്ചു. അതിൻ്റെ എൻഡിൽ നിന്ന് ഇങ്ങനെ ഷണ്ട് വരയ്ക്കുകയാണെങ്കിൽ ലോങ് ഷണ്ട്. എന്താ ഷോർട്ട് ഷണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സീരീസ് വരച്ചു. ഇതിൻ്റെ ഇവിടുന്ന് താഴെ നിന്ന് മാത്രം ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അതിനെന്താ പറയുക? ഷോർട്ട് ചെറുതാണ്, ചെറിയ ഷണ്ട്. ചെറിയ ഷണ്ടല്ലേ ഇത്? മറ്റേതെന്താ? ഇവിടെ വലിയ ഷണ്ടാണ്, ഇവിടെ ചെറിയ ഷണ്ടുള്ളൂ, ഷോർട്ട് ഷണ്ട്. ഓക്കെ അല്ലേ? അപ്പം സീരീസും ഉണ്ട്, ഇവിടെ നമുക്ക് സീരീസും ഉണ്ട് ഷണ്ടും ഉണ്ട്, സീരീസും ഉണ്ട് ഷണ്ടും ഉണ്ട്. ഇത് ഷോർട്ടാണ്, കുറച്ച് ഭാഗം, ഇത്രയും ഭാഗത്തുള്ളൂ. ആർമേച്ചറിന് മാത്രം പാരലായിട്ടാണ്, ഇവിടെ മൊത്തം പാരലായിട്ടാണ്. അതുതന്നെയാണ് ഏതിൻ്റെ കേസിലും, മോട്ടറിൻ്റെ കേസിലും. പക്ഷേ എന്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ? കറണ്ടിൻ്റെ ഡയറക്ഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ക്ലിയർ അല്ലേ? സ്ക്രീൻഷോട്ട് എടുക്കാൻ മറക്കരുത്. ഓക്കെ, റെഡി അല്ലേ? ഇതാ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്, അതേപോലെ തന്നെ സെൽഫ് എക്സൈറ്റഡ്, സീരീസ് ഷണ്ട്, ഇവിടെ കോമ്പൗണ്ട്.